കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പത്തനാപുരം. പത്തനാപുരത്തിന്റെ ബി ഗണേഷ് കുമാർ 2001 മുതൽ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് MLA ആണ്. അതെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ഒഴികെ എല്ലാ തവണയും കെ ബി ഗണേഷ് കുമാർ ജയിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് പത്തനാപുരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മണ്ഡല പുനർനിശ്ചയത്തിന് ശേഷമുള്ള ചിത്രം. 2011 കെ രാജഗോപാലായിരുന്നു മത്സരിച്ചത്. അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാജഗോപാൽ മത്സരിച്ചിട്ടപ്പോൾ 51,019 വോട്ട് മാത്രം ലഭിച്ചപ്പോൾ 20,042 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഗണേഷ് കുമാർ ജയിക്കുന്നു. കഴിഞ്ഞ തവണയാണ് ജ്യോതികുമാർ ചാമക്കാല കൊല്ലത്ത് നിന്നുള്ള നേതാവാണ്. ജ്യോതികുമാർ ചാമക്കാല ചാനലിലൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥിരമായി ചർച്ചകളിലൊക്കെ എത്തുന്ന ജ്യോതികുമാർ ചാമക്കാല എത്തുന്നു. ജ്യോതികുമാർ ചാമക്കാല അവിടെ നിന്ന് പ്രവർത്തനം നടത്തുന്നു. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അത് 24,000-ൽ നിന്ന് 14,000-ലേക്ക് കുറയ്ക്കാൻ 2021 കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് 52,940 വോട്ടും 67,276 വോട്ടുമാണ് ലഭിച്ചത്. NDA സംബന്ധിച്ച് അവിടെ ഒരു നിർണായകമായ വലിയ ഒരു ഫാക്ടറാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പത്തനാപുരത്ത് മത്സരം കെ ബി ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും തമ്മിലാണ്. മുന്നണികളുടെ മത്സരം എന്നതിനപ്പുറത്തേക്ക് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരം കൂടിയാണ്. കാരണം ജ്യോതികുമാർ ചാമക്കാല പരാജയപ്പെട്ട ശേഷം കഴിഞ്ഞ 5 വർഷവും ആ മണ്ഡലത്തിൽ തന്നെ തുടർച്ചയായി തുടരുകയായിരുന്നു. ഇത്തവണ ഗണേശനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, എല്ലാ കാലത്തും NSSന്റെ ഒരു മാനസപുത്രൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ NSSന്റെ വലിയ പിന്തുണ കെ ബി ഗണേഷ് കുമാറിനുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ പെരുന്നയിൽ നിന്നുള്ള ആ തരത്തിലേക്കുള്ളൊരു പിന്തുണ കെ ബി ഗണേഷ് കുമാറിന് ഇല്ല എന്നുള്ളത് രണ്ട് മന്ത്രി എന്ന നിലയ്ക്കൊക്കെ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങൾ. മൂന്നാമത്തെ ഒരു ഘടകം, ജ്യോതികുമാർ ചാമക്കാല അവിടെ തുടർച്ചയായി നിന്ന് ഈ കഴിഞ്ഞ 5 കൊല്ലവും നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൊണ്ട് തന്നെ അവിടെ ഒരു കടുത്ത മത്സരത്തിലേക്ക് ചില പ്രവചനങ്ങളൊക്കെ ജ്യോതികുമാർ ചാമക്കാലയ്ക്കും ചില പ്രവചനങ്ങൾ അത് കെ ബി ഗണേഷ് കുമാറിനും ഒരുപോലെ വിജയം സമ്മാനിക്കുന്നു. ഈ രണ്ടുപേരുടെയും വിജയം ഒരേപോലെ പ്രവചിക്കുന്നുണ്ട്. ഈ ഗണേശിനെ സംബന്ധിച്ച് ഈ 25 വർഷമായി ഒരു സ്ഥലത്ത് MLA ആയിരിക്കുക എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട് കാലം കൊണ്ട് ആ മണ്ഡലത്തിലെ മുക്കും മൂലയും നന്നായി അറിയാം. ഒട്ടുമിക്ക വീടുകളിലും ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാർ ഓരോരുത്തരെയും നേരിട്ട് പേരെടുത്ത് വിളിക്കാനുള്ള പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാധീനം, R ബാലകൃഷ്ണയുടെ മകൻ എന്ന തരത്തിലുള്ള സ്വാധീനം, സിനിമാ നടൻ എന്ന തരത്തിലുള്ള പ്രതിച്ഛായ, അങ്ങനെയൊക്കെ പലതുമുണ്ട്. ജ്യോതികുമാർ ചാമക്കാല നിരന്തരം കഴിഞ്ഞ 5 വർഷമായി നിന്ന് വർക്ക് ചെയ്തതിൻ്റെ ഇക്കാര്യത്തിൽ രണ്ട് മുന്നണിയും ഒരുപോലെ പറയുന്നു അവിടെ ഞങ്ങളുടെ മുന്നണി ജയിക്കുമെന്ന് കണക്കുകൂട്ടി തന്നെ പറയുകയാണ്. ഇത് എത്രത്തോളം നിർണായകമാണ്? ഈ ജ്യോതികുമാർ ചാമക്കാല തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്ടർ. കാരണം നേരത്തെ തന്നെ 5 വർഷത്തിന് മുമ്പ് ഞാൻ തന്നെ വീണ്ടും ഇവിടെ മത്സരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ച് മുന്നണി നേതാക്കളിൽ നിന്ന് ഉറപ്പ് മേടിച്ച് വലിയ രീതിയിൽ ഫണ്ട് ചെയ്ത് ഏറ്റവും ദുർബലമായി കിടന്ന പത്തനാപുരത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ജ്യോതികുമാർ ചാമക്കാല എന്ന ഒറ്റ വ്യക്തി നേരിട്ടിടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടുവന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. അതിൻ്റെ പ്രതിഫലനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ചിത്രത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തദ്ദേശ ഫലമാണ്. തദ്ദേശ ഫലം ആ രീതിയിൽ UDFന് അവിടെ നേട്ടം ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട്. പല കിട്ടാതിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ഒപ്പം ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഗണേഷ് കുമാർ തിരിച്ചു പിടിക്കും എന്നതാണ് നിയമസഭയിൽ പറയുന്നത്. കാരണം ഗണേഷ് കുമാർ എന്നൊരു വ്യക്തിയിലേക്ക് നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഗണേഷ് തിരിച്ചു പിടിക്കുമെന്നതാണ്. യഥാർത്ഥത്തിൽ ഗണേഷ് കുമാർക്ക് അവകാശപ്പെടുന്ന ഒരു കാര്യം, എനിക്കെതിരെ എത്ര ആരോപണം ഉന്നയിച്ചാലും അത് നിയമസഭയിൽ എനിക്ക് നേട്ടമാവുകയുള്ളൂ, എനിക്ക് ആ തരത്തിലുള്ള ബന്ധം ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൊതുവായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ ഗണേഷിന് വലിയ വെല്ലുവിളിയുണ്ട്. അതേസമയം വ്യക്തിഗത മികവുകളൊക്കെ അവിടെയുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച രണ്ട് വലിയ ഫാക്ടറുണ്ട്. ഒന്ന് NSS എതിരായി എന്നത്. ഒരുപക്ഷേ NSSൻ്റെ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ട ഒരു നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയും അവിടെ പ്രാദേശിക NSS നേതൃത്വം ഗണേഷുമായി ഉടക്കിലാണ്. ആ ഉടക്ക് എത്ര കണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഒരു വിഷയമുണ്ട്. അത് സ്വാഭാവികമായും ഒരു ഡീമെറിറ്റ് ആവുന്ന സാഹചര്യം അവിടെയുണ്ട്. മാത്രമല്ല ആ മണ്ഡലത്തിൻ്റെ ചില മേഖലകളിലെ പിന്നോക്കാവസ്ഥ ഇത്തവണ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ UDF ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ആ മണ്ഡലത്തിലുള്ള വലിയ പരിചയം ഗണേഷിൻ്റെ മേൽക്കോയ്മയാണെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും അവർക്കെതിരെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത്തരം ആരോപണങ്ങൾ, ഒരാളുടെ പ്രതിച്ഛായ തകർന്നു പോകുന്ന ആരോപണങ്ങൾ നേരിട്ട ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ. ഈ ആരോപണങ്ങളൊക്കെയും അവർക്ക് തിരിച്ചടിയാവുകയാണ്. പക്ഷേ ഗണേശിനെ സംബന്ധിച്ച് ഇതിനു മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആരോപണം വരുന്നത് ഗണേശിനെ സംബന്ധിച്ച് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ്. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ അങ്ങനെ ഒരു ജനപ്രതിനിധിയാണോ വേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. അത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പഴയ കഴിഞ്ഞ തവണയൊക്കെ വിജയിച്ച ഒരു ഗണേഷ് കുമാർ അല്ല. ഇത്തവണ ഉണ്ടായ ഒരു അവിടുത്തെ മണ്ഡലത്തിലെ മാറ്റം, തുടർച്ചയായ ഒരു എതിരാളി അവിടെ നിന്ന് മത്സരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കോൺഗ്രസിന് കണ്ടുപിടിക്കാവുന്ന ഒരു ജയിച്ചാലും തോറ്റാലും ഒരാൾ മത്സരിച്ച് പരാജയപ്പെടുന്നു, അതുകൂടി പെട്ടി മടക്കി അവിടെ നിന്ന് പോവുകയല്ല. ജ്യോതികുമാർ ചാമക്കാല അവിടെ തന്നെ 5 കൊല്ലം നിന്ന് അവിടെ താഴെത്തട്ടിൽ മുതൽ ഈ പറയുന്ന സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ വർക്ക് ചെയ്ത് വന്നവർ. അതിൻ്റെ ഒരു നേട്ടം ജ്യോതികുമാർ ചാമക്കാല
ചാമക്കാലയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അതാണ് സംഘടനാ തലത്തിൽ ഏറ്റവും ദുർബലാവസ്ഥയിലുള്ള ഒരു മണ്ഡലത്തിൽ നേരിട്ട് 5 വർഷം നേരിട്ട് അവിടെ നിന്ന് ഇടപെട്ടു എന്നതാണ് ജ്യോതികുമാർ ചാമക്കാല ഇത്തവണയും മത്സരിക്കാനുള്ള കോപ്പ് നേരത്തെ തന്നെ കൂട്ടിയെന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് നമുക്കറിയാം സിനിമാ മേഖലയിൽ നിന്നൊക്കെ പലരും രാഷ്ട്രീയത്തിൽ പരീക്ഷണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര അധികം മെയ് വഴക്കത്തോടെ തികഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറിയ മറ്റൊരു വ്യക്തിയില്ല. അത് ആർ ബാലകൃഷ്ണൻ. മെയ് വഴക്കം എന്നത് ഗണേശിനോളം പറ്റിയ വേറെ ആളില്ല. അതില്ല. അതാണ് ഗണേഷ് ഏത് സിനിമയിലും മറ്റേത് മേഖലയിൽ നിൽക്കുമ്പോഴും പൊളിറ്റീഷ്യൻ, എക്സ്ട്രീം പൊളിറ്റീഷ്യനാണ് പത്തനാപുരത്ത്. അത് ആ രീതിയിൽ അദ്ദേഹം പയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ ഞാൻ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൽ നേരിട്ടുണ്ട്, ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറികടക്കുമെന്നാണ് ഗണേഷ് പറയുന്നത്. കിരൺ, നമ്മൾ പരാമർശിക്കാതെ പോയത് ഒരു വിഷയം കൂടി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ മണ്ഡലത്തിൻ്റെ വിഷയത്തിനപ്പുറം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഗണേഷ് അവസാന കാലത്ത് പെട്ടുപോയ ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെ അടക്കം കൊണ്ടുവന്ന് അവിടെ ചർച്ചയാക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലനം കൂടി ഈ ഗണേശിൻ്റെ മറ്റൊരു ഇതിനോട് ചേർത്ത് വായിക്കാൻ, ഗണേശൻ എല്ലാ കാലത്തും നേരത്തെ UDF നിന്നാണല്ലോ ആദ്യം അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത്. UDF നിന്നാണല്ലോ LDF കഴിഞ്ഞ 2 തവണയാണ് LDF എത്തിയത്. ആ UDF നിന്ന് LDF വരുമ്പോഴും അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം വോട്ടും കൊണ്ടാണ് പോകുന്നത്. ആ വോട്ട് സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോയി വ്യക്തിപരമായി കൊണ്ടുവന്നാണ്. അതിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ അതിലൊരു ആ വോട്ടിൽ ബാങ്കിൽ ഒരു വീഴ്ച ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ചോർച്ച ഉണ്ടായാൽ അത് ഗണേഷ് കുമാറിനെ ബാധിക്കാൻ സാധിക്കും. ഉമ്മൻചാണ്ടി എന്ന വൈകാരികത ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയായാൽ പുതുപ്പള്ളിക്ക് അപ്പുറം ഒരു പക്ഷേ അത് ഏറ്റവും ചർച്ചയാകുക പത്തനാപുരത്തായിരിക്കും എന്നൊരു ഫാക്ടർ. നമുക്ക് മറ്റൊരു മണ്ഡലത്തിലേക്ക് നോക്കണം. അത് ആറന്മുളയാണ്. ആറന്മുളയെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ആളുകളാണ് മത്സരിക്കുന്നത്. വീണ ജോർജ് മത്സരിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി മത്സരിക്കുന്നു, BJPയിൽ നിന്ന് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. കുമ്മനം രാജശേഖരനെ പോലെ ഒരാൾ മറ്റ് പല മണ്ഡലങ്ങളിലും ഏത് മത്സരിക്കുമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ അവസാനം അവർ ആറന്മുളയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആറന്മുള തെരഞ്ഞെടുത്തത് എന്നറിയില്ല. മറ്റു 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായതുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണോ എന്താണെന്ന് അറിയില്ല. എന്നാലും കുമ്മനത്തെ BJP നിയോഗിച്ചത് ആറന്മുളയിലാണ്. അവരുടെ ചിലപ്പോൾ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആറന്മുളയെ സംബന്ധിച്ച് അവിടുത്തെ വിമാനത്താവളത്തിന് എതിര് നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടി, രാഷ്ട്രീയത്തിനപ്പുറം അങ്ങനെയുള്ള സ്ഥലമാണ്. ആ ആറന്മുളയുടെ മുൻകാല ചിത്രം കൂടി നോക്കാം. 2011 അവിടെ ശിവദാസൻ നായരായിരുന്നു. ശിവദാസൻ നായർ 64,845 വോട്ട് നേടി 6,511 വോട്ടിൽ ആണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത്. 2016 വീണ ജോർജിനെ അവതരിപ്പിക്കുന്നത്. വീണ ജോർജ് അങ്ങനെ രാഷ്ട്രീയമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളല്ല. ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി, സഭാ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് ഓർത്തഡോക്സ് സഭയും കോൺഗ്രസുമായിട്ടുള്ള ഒരു വലിയ ഭിന്നതയിൽ വീണ ജോർജ് ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചത്. അത് പലപ്പോഴും വലിയ വിമർശനത്തിനൊക്കെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു, ഇങ്ങനെ ഒരു സഭയുടെ പ്രതിനിധിയെ ഒരാൾ മത്സരിപ്പിക്കണമെന്ന്. പക്ഷേ ആ പരീക്ഷണം വലിയ വിജയമാവുകയാണ്. അന്ന് 7,646 ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിക്കൊണ്ട് 7,466 വോട്ടിന് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ വോട്ട് UDF നിന്നും LDF പറിച്ചു മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. പൂർണ്ണമായി UDF ഇട്ടിരുന്ന വോട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.